Fine, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഷ്നൈഡറിൻ്റെ വൈസർ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് സ്വിച്ച് ഉണ്ട്. വൺ മുടിയോട് കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള സ്വിച്ചാണ് വൈസർ എന്ന് പറയുന്ന സ്മാർട്ട് സ്വിച്ച്. ഈ സ്മാർട്ട് സ്വിച്ചിൻ്റെ പ്രത്യേകത നമുക്ക് ഈ സ്വിച്ച് നോർമൽ സ്വിച്ച് വെക്കുന്നത് പോലെ തന്നെ സാധാരണ സ്വിച്ചിൻ്റെ പ്ലേറ്റുകളിൽ തന്നെ നമ്മുടെ യുണീക്ക പ്യൂർ എന്ന് പറയുന്ന മോഡലിലും അതുപോലെ സീറ്റ എന്ന് പറയുന്ന മോഡലിലും നമുക്ക് നോർമൽ സ്വിച്ചസ് വെക്കുന്ന പോലെ തന്നെ സെയിം കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അഡീഷണലായിട്ട് വേറെ വയറിങ്ങോ വേറെ ഡിവൈസസോ ഒന്നും ആവശ്യമില്ല. നോർമൽ സ്വിച്ച് വെക്കുന്ന പോലെ തന്നെ സാധാ ഒരു ന്യൂട്രീഷന് ഈ സ്മാർട്ട് സ്വിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണക്ട് ചെയ്താലുള്ള ഗുണം നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഓൺ ഓഫ് സാധാരണ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം. അഡീഷണലായിട്ട് നമുക്ക് ഫോണിലെ ഷ്നൈഡറിൻ്റെ വൈസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഈ സ്മാർട്ട് സ്വിച്ച് പെയർ ചെയ്യാം. പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും ആ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡുകൾ, ഇപ്പോൾ ചിലപ്പോൾ ആ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് ഔട്ട്സൈഡ് ലൈറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു AC ആയിരിക്കാം, ഒരു മോട്ടറായിരിക്കാം. ഏത് കപ്പാസിറ്റി 16 ആംപിയർ കപ്പാസിറ്റിയാണ് സ്വിച്ചിന് വരുന്നത്. സോ നമുക്ക് ഏത് ലോഡിൽ വരുന്നത് നമുക്ക് എന്ത് ഡിവൈസസ് നമുക്ക് ഈ സ്വിച്ചിൽ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും ആ ലോഡുകൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും ടൈമർ സെറ്റ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് ജിയോ ടാഗ് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ വൈസ് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജിയോ ടാഗ് ചെയ്യുന്നത് മൂലം നമുക്ക് വീടിന് അടുത്തിട്ട് വരുമ്പോൾ ലൈറ്റുകൾ ഓട്ടോമാറ്റിക് ഓൺ ആവാനും ഓഫ് ആവാനും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇതിനുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ കൂടാതെ ഈ സ്വിച്ചിൻ്റെ വേറൊരു സവിശേഷത, നമുക്ക് ഇതിന് ഹോം എനർജി മാനേജ്മെന്റ് ഉണ്ട്. എനർജി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിലല്ല ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ് എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, എത്ര സമയം ഉപയോഗിച്ചു, അങ്ങനെയുള്ള എല്ലാ എനർജി മോണിറ്ററിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എനർജിയെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജിന്റെ ഫ്ലക്ച്വേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അണ്ടർ വോൾട്ടേജും ഓവർ വോൾട്ടേജും നമുക്ക് ഇതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് വോൾട്ടേജ് ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും. മിനിമം വോൾട്ടേജ് ലെവലും മാക്സിമം വോൾട്ടേജ് ലെവലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു AC ആണ് കണക്ട് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് ആ AC ആ ഒരു പറയുന്ന വോൾട്ടേജ് ലെവൽ ലിമിറ്റിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കൂടുതൽ വന്നാലോ കുറവ് വന്നാലോ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിക്കോളും. സോ ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ തെർമൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്വിച്ച് ചൂടാവുകയോ അല്ലെങ്കിൽ ഡിവൈസ് ചൂടാവുകയോ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അതുപോലെ സർജ് ലൈനിലുള്ള ശക്തമായിട്ടുള്ള സർജ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിക്കോളും. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നമുക്ക് ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ പ്രീ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വയറിംഗ് തന്നെ കണക്ട് ചെയ്യാം. വേറെ ഒരു കൺസൾട്ടന്റിനെയോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ എക്സ്പെർട്ടിനെയോ വിളിക്കാൻ കാര്യമില്ല. വീട്ടിലെ നമുക്ക് നോർമൽ ഇലക്ട്രീഷ്യന് വരെ കണക്ട് ചെയ്യാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓട്ടോമേഷൻ പൂർത്തിയാക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഷ്നൈഡറിന്റെ വൈസർ 2.0. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.